കൊച്ചി കൊളോണിയൻ കാലഘട്ടത്തിൻ്റെ കഥ പറയുന്ന നഗരം. പണ്ട് ബ്രിട്ടീഷ് ആധിപത്യകാലത്ത് കേരളത്തിലെ പ്രധാന വാണിജ്യ കേന്ദ്രമായിരുന്ന കൊച്ചി. ഇന്നീ നഗരം ചരിത്ര സഞ്ചാരികളുടെ സ്വർഗമാണ്. ഇന്നത്തെ എൻ്റെ യാത്ര കൊച്ചിയിലേക്ക്. കൃത്യമായി പറഞ്ഞാൽ 150 കിലോമീറ്റർ. വെളിച്ചം വീണു തുടങ്ങിയപ്പോഴേക്കും കൊച്ചിയിലെത്തി. വൈറ്റിലെ എത്തുന്നതിന് തൊട്ടു മുമ്പായി ചമ്പക്കര മാർക്കറ്റിലെ വെളുപ്പിനെയുള്ള തിരക്ക് കണ്ട് വണ്ടി ഒന്ന് നിർത്തിയതാണ്. ഫ്രഷ് ആയിട്ടുള്ള മീൻ വാങ്ങാൻ വേണ്ടി വന്നു നിൽക്കുന്ന ജനത്തിരക്കാണ്. മീനുകൾ തരംതിരിച്ച് കൂന കൂട്ടിയിട്ടിരിക്കുന്നത് ലേലം വിളിച്ച് വിലയുറപ്പിക്കും. വിറ്റുവരവിന്റെ വിളികളും ലേലം പിടിക്കാനുള്ള ആവേശവുമാണ് എല്ലാവരിലും. രാവിലെ 6 മണി മുതൽ 7:30 വരെയാണ് ഈ ഒരു കാഴ്ച. ഇതൊരു ലോക്കൽ മാർക്കറ്റായി തോന്നുമെങ്കിലും ഇവിടുത്തെ കരിമീനും കൊഞ്ചുമെല്ലാം വലിയ രീതിയിൽ കയറ്റുമതി ചെയ്യുന്നുണ്ട്. പോരാത്തതിന് കൊച്ചിയിലെ മിക്ക ഹോട്ടലുകളിലേക്കും ഇവിടെ നിന്നാണ് മീനുകൾ പോകുന്നത്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ മതിയാക്കി ഇനി നേരെ ഇടപ്പള്ളിയിലേക്ക്. കൊച്ചിയിലേക്കുള്ള യാത്രയ്ക്ക് ഒരാൾ കൂടെ ഉണ്ടാവും. ഇന്ന് അല്ലിക്ക് അവധിയായതുകൊണ്ട് അവളെയും കൂട്ടി പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ 7:30 ആയപ്പോഴേക്കും അല്ലിയുടെ ഹോസ്റ്റലിലെത്തി. അല്ലിയെയും കൂട്ടി നേരെ ഫോർട്ട് കൊച്ചിയിലേക്ക്. അങ്ങനെ പോകുന്ന വഴിക്ക് ആളുകൾ ക്യൂ നിൽക്കുന്നത് കണ്ട് നോക്കിയതാണ്. സാധാരണ ഇത്തരത്തിലുള്ള ക്യൂ ബിവറേജ് ഷോപ്പിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. വെളുപ്പിനെ ചിക്കൻ വാങ്ങാൻ വന്ന് നിൽക്കുന്നവരാണ് ഇവരെല്ലാവരും. ഞാൻ ആദ്യമായിട്ടാണ് ചിക്കൻ ഷോപ്പിലെ ഇത്തരത്തിലുള്ള ഒരു ക്യൂ കാണുന്നത്. ചിക്കനൊക്കെ ഇത്രയ്ക്ക് ഡിമാൻഡായോ? എന്നാൽ മറ്റു മാംസം വിൽക്കുന്ന കടകളിലാണെങ്കിൽ വലിയ രീതിയിലുള്ള തിരക്കുകളൊന്നും കണ്ടില്ല. ഇതുവരെയായും രാവിലത്തെ ഭക്ഷണം കഴിച്ചിട്ടില്ല. രാവിലെ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ച് ഒരു കടയിൽ വണ്ടി നിർത്തി. പൊറോട്ടയും ബീഫ് കറിയും പിന്നെ മുട്ടക്കറിയും പറഞ്ഞു. തരക്കേടില്ലാത്ത ഭക്ഷണവും കഴിച്ച് ജങ്കാറിൽ കയറി നേരെ ഫോർട്ട് കൊച്ചിയിലേക്ക്. എറണാകുളം മുതൽ ഫോർട്ട് കൊച്ചി വരെ സ്വകാര്യ ബസ്സുകൾ ഉണ്ടെങ്കിലും ജങ്കാർ നല്ലൊരു ചോയ്സ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ എപ്പോൾ വന്നാലും ജങ്കാർ യാത്ര തന്നെയാണ് തിരഞ്ഞെടുക്കാറ്. ഇന്ത്യയുടെ കൊളോണിയൻ ചരിത്രം ഒറ്റ നോട്ടത്തിൽ കാണാൻ കഴിയുന്ന ഒരു നഗരം. ഫോർട്ട് കൊച്ചിയിലെ കടൽക്കരയിലൂടെ നടന്നാൽ ആദ്യം കണ്ണിൽ പതിയുന്നത് വലിയ വിശാലമായ ചീനവലകളാണ്. ഇതൊക്കെയാണ് ഇങ്ങോട്ടുള്ള സഞ്ചാരികളെ കൂടുതൽ ആകർഷിക്കുന്നത്. ഇവയെ ചീനവല എന്ന് വിളിക്കുന്നതിന് കാരണമുണ്ട്. ഇവിടുത്തെ വിശ്വാസമനുസരിച്ച് ഈ വലകൾ ചൈനീസ് പര്യടകനായ കുബ്ലൈ ഖാന്റെ കാലത്താണ് കൊച്ചിയിൽ എത്തിയതെന്ന് പറയപ്പെടുന്നു. എന്നാൽ ചരിത്രം അതിൽ ഉറപ്പില്ലെങ്കിൽ പോലും ഇവയുടെ രൂപകൽപ്പന ഒരു പഴയ ചൈനീസ് സ്റ്റൈലാണെന്ന് വ്യക്തമാണ്. ഇതൊന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ പോലും വേണം 5-6 പേർ. കുറച്ച് അധ്വാനമുള്ള പണി തന്നെയാണ്. ചില സമയം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മീൻ കിട്ടും. ഇതിനിടയ്ക്ക് ഒന്നും കിട്ടാത്ത സാഹചര്യവും ഉണ്ടാകാറുണ്ട്. ഈ ഒരു ഭാഗത്ത് ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്ന ധാരാളം ആളുകളെ കാണാൻ പറ്റും. കോഴിയുടെ വേസ്റ്റ് കോർത്താണ് കാസ്റ്റ് ചെയ്യുന്നത്. അത്യാവശ്യം മീനെ കിട്ടുകയും ചെയ്യും. ഇതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ യൂറോപ്യൻ പള്ളികളിലൊന്നായ സെന്റ് ഫ്രാൻസിസ് ദേവാലയം ഉള്ളത്. 1503 പോർച്ചുഗീസ് ആയിരുന്ന മിഷണറിമാരാണ് ഇത് പണിതത്. ഇന്ത്യയിൽ കാലുകുത്തിയ ആദ്യത്തെ യൂറോപ്യൻ നാവിക മേധാവിയായ വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം 1524 ഈ ഒരു പള്ളിയിൽ അടക്കം ചെയ്തെങ്കിലും 1538 അദ്ദേഹത്തിന്റെ ഭൗതികാവശിഷ്ടങ്ങൾ പിന്നീട് പോർച്ചുഗീസിലേക്ക് തന്നെ കൊണ്ടുപോയി. ഓരോ കാഴ്ചകളും ഒരു ചരിത്ര പാഠം വായിച്ചു മനസ്സിലാക്കുന്നത് പോലെയാണ്. ഇവിടുത്തെ ഓരോ കാഴ്ചകളും അനുഭവിക്കേണ്ടതും അനുഭവിക്കപ്പെടേണ്ടതുമായ ഒരു കഥയാണ്. തെരുവുകൾ, കെട്ടിടങ്ങൾ, ഭക്ഷണം ഇതെല്ലാം ചേർന്ന് ഇതൊരു സഞ്ചാരിയുടെ ഹൃദയത്തിൽ ഉറച്ചു നിൽക്കുന്ന അനുഭവമായി മാറുന്നു. ഇവിടുത്തെ കാഴ്ചകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ജ്യൂസ് സ്ട്രീറ്റ് ആണ്. ഒരു കാലത്ത് ബ്രിട്ടീഷുകാരും പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഒക്കെ അടക്കി വാണിരുന്ന നാടായിരുന്ന കൊച്ചി ഇന്ത്യയിലെ കൊളോണിയൻ ചരിത്രത്തിന്റെ നിലനിൽപ്പുള്ള തെളിവുകളാണ്. അതുപോലെ തന്നെ ഈ കാണുന്ന വീട് ബിഗ് ബി എന്ന ചിത്രത്തിൽ പലരും കണ്ടിട്ടുണ്ടാവും. ഈ ഒരു ചിത്രത്തിന്റെ അധിക ഭാഗവും ഇവിടെ വെച്ചാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഇവിടുത്തെ ജനങ്ങളുടെ പ്രധാന വരുമാന മാർഗം ടൂറിസവും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കച്ചവടങ്ങളുമാണ്. ഞങ്ങൾ വണ്ടിയും എടുത്ത് കുറച്ചു ദൂരം സ്ട്രീറ്റിലൂടെ വെറുതെ ഒന്ന് കറങ്ങി. ഈ കാണുന്നത് 1723 സ്ഥാപിച്ച ഡച്ചുകാരുടെ സിമിത്തേരി കല്ലറയാണ്. കല്ലറകൾ പലതും അത്യന്തം പുരാതനവും ഡച്ച് ലിപിയിലുമാണ് എഴുതിയിരിക്കുന്നത്. ഫോർട്ട് കൊച്ചി ഒരു നഗരമല്ല, ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഒരു ഓർമ്മയാണെന്ന് നിങ്ങൾ തിരിച്ചറിയുമ്പോൾ ആ യാത്ര നിങ്ങളിൽ പൂർണ്ണമാകും.